നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഗ്രീഷ്മയെ തൂക്കിലേറ്റിയാൽ അത് ചരിത്രമാകും. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിലാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വധശിക്ഷ വിധിക്കുന്നത്. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയിൽ 175ഓളം പേരെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് എന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്കുകളുള്ളത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 57 പേരെ മാത്രമേ രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളൂ എന്നാണ് ഔദ്യോഗിക ഗവൺമെന്റ് സ്ഥിതിവിവര കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ നിരവധി സ്ത്രീകൾക്കും വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും ഒരാളെ മാത്രമാണ് തൂക്കിലേറ്റിയിട്ടുള്ളത്. 1955 ജനുവരി 3-ന് തിഹാർ ജയിലിൽ വെച്ച് രത്തൻബായ് ജെയിനിനെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റിയത്. ഒരു ക്ലിനിക്കിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന രത്തൻബായ് ആ ക്ലിനിക്കിൽ തന്നെ ജോലി ചെയ്തിരുന്ന 3 സ്ത്രീകളെ വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. തന്റെ ഭർത്താവുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് ആരോപിച്ചാണ് രത്തൻബായ് ജെയിൻ വിഷം നൽകി 3 പെൺകുട്ടികളെ കൊന്നത്. ഈ കേസിലാണ് 1955 ജനുവരി 3-ന് തിഹാർ ജയിലിൽ വെച്ച് രത്തൻബായിയെ തൂക്കിലേറ്റുന്നതും. കേരളത്തിൽ ഇതുവരെ 26 പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 1958-ലാണ് ആദ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നത്. 1960 മുതൽ 1963 കാലഘട്ടത്തിൽ 5 പേരെ തൂക്കിലേറ്റിയിട്ടുണ്ട്. കേരളത്തിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു അത്. 1967 മുതൽ 1972 വരെയുള്ള കാലഘട്ടത്തിൽ 3 വധശിക്ഷ നടപ്പിലാക്കി. ബ്രൂട്ടൽ ആൻഡ് ബ്രില്യന്റ് ക്രൈം എന്നാണ് ഇപ്പോഴുള്ള ഈ കേസിനെ, ഈ ഗ്രീഷ്മ ഷാരോൺ കേസിനെ കോടതി വിശേഷിപ്പിച്ചിട്ടുള്ളത്. മുരിയങ്കര JP ഹൌസിൽ ജയരാജിന്റെ മകൻ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥി JP ഷാരോൺ രാജ് എന്ന 23 വയസ്സ് മാത്രമുള്ള കുട്ടിയെയാണ് കഷായത്തിൽ കീടനാശിനി കലർത്തി ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. 8 മാസത്തിനിടെ 4ാമത്തെ കുറ്റവാളിക്ക് വധശിക്ഷ വിധിക്കുന്ന ജഡ്ജിയാണ് സാഹിത്യകാരൻ കൂടിയായ AM ബഷീർ എന്ന നെയ്യാറ്റിൻകര ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി. കഴിഞ്ഞ മേയിൽ വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലാണ് AM ബഷീർ ഇതിനു മുമ്പ് വധശിക്ഷ വിധിച്ചത്. ഒരു സ്ത്രീ അടക്കം 3 പേർക്കാണ് അന്ന് തൂക്കുകയർ വിധിച്ചത്. ഇപ്പോൾ ഗ്രീഷ്മ കൂടി ആയതോടെ വധശിക്ഷ കാത്ത് കേരളത്തിലെ ജയിലിൽ കഴിയുന്ന 2 സ്ത്രീകൾക്കും ശിക്ഷ വിധിച്ചത് ഒരേ ജഡ്ജി എന്ന പ്രത്യേകതയും ഉണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയായാണ് 24-കാരിയായ ഗ്രീഷ്മ അറിയപ്പെടുന്നത്. പ്രതികളെ കോടതികൾ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോഴും ശിക്ഷ നടപ്പാക്കുന്നത് വളരെ അപൂർവം തന്നെയാണ്. മിക്കവാറും കേസുകളിൽ മേൽക്കോടതി ശിക്ഷ ഇളവ് ചെയ്യുകയാണ് പതിവ്. അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടികൾ പ്രതിക്ക് സ്വീകരിക്കാൻ കഴിയും. ദയാഹർജി തള്ളുന്നതുവരെ മറ്റു തടവുകാരെ പോലെ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പരിഗണിക്കുന്നത്. മറ്റു തടവുകാരോടൊപ്പം താമസിപ്പിക്കും, ജയിലിൽ ജോലികൾ ചെയ്യണം, പക്ഷെ അവർക്ക് പരോൾ ലഭിക്കില്ല. രാഷ്ട്രപതി ദയാഹർജി തള്ളിയ ശേഷമായിരിക്കും പ്രതിയെ ഏകാന്ത തടവിന് വിധേയമാക്കുന്നത്. ഒറ്റയ്ക്ക് ഒരു സെല്ലിലായിരിക്കും പിന്നെ താമസിപ്പിക്കുക. മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായമെല്ലാം നൽകും. ദിവസവും ഡോക്ടർമാർ പരിശോധിക്കുകയും ചെയ്യും. പ്രതി വധശിക്ഷയ്ക്ക് മുൻപായി മാനസികമായും മരണത്തിനായി തയ്യാറെടുക്കേണ്ടതുണ്ട്. പൂർണ്ണ ആരോഗ്യം ഉറപ്പാക്കിയ ശേഷമായിരിക്കും വധശിക്ഷ നടപ്പിലാക്കുന്നത്. തൂക്കിലേറ്റുന്നതിന് മുൻപായി പ്രതിയുടെ ഭാരം കൊലക്കയറിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ടാണ് വധശിക്ഷ സാധാരണ നടപ്പിലാക്കാറുള്ളത്. നിർഭയ കേസിൽ 2020-ൽ 4 പേരുടെ ശിക്ഷ നടപ്പാക്കിയതാണ് രാജ്യത്തെ ഏറ്റവും ഒടുവിൽ നടപ്പിലാക്കിയ വധശിക്ഷ. മുകേഷ് സിംഗ്, അക്ഷയ് താക്കൂർ, വിനയ് ശർമ്മ എന്നിവരെയാണ് 2020 മാർച്ച് 20-ന് അവസാനമായി തൂക്കിലേറ്റിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് കൂടുതൽ വധശിക്ഷ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 തൂക്കുമരമുണ്ട്. തിരുവനന്തപുരം പൂജപ്പര ജയിലിൽ 1 തൂക്കുമരമാണ് ഉള്ളത്. ഇതേസമയം ഒരു ജയിലിലും സ്ഥിരമായ ആരാച്ചാരൊന്നും ഇല്ല. 2 ലക്ഷം രൂപയാണ് ആരാച്ചാരുടെ പ്രതിഫലം. 34 കൊല്ലം മുൻപ് 1991-ൽ കണ്ണൂരിലാണ് അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത്. 14 പേരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനെയാണ് അന്ന് തൂക്കിക്കൊന്നത്. പൂജപ്പുരയിൽ അവസാനം കഴിവിലേറിയത് 1974-ൽ കളിയിക്കാവിള സ്വദേശി അഴകേശനാണ്. കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിൽ 2006 മാർച്ചിലാണ് ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിക്കുന്നത്. അന്ന് ബിനിത എന്ന് പറയുന്ന സ്ത്രീക്ക് 35 വയസ്സായിരുന്നു പ്രായം. കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ പിന്നീട് മേൽക്കോടതി ജീവപര്യന്തമായി കുറയ്ക്കുകയാണ് ചെയ്തത്. ബിനിത ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലുണ്ട്.
തിരുവനന്തപുരം മിലിറ്ററി ക്യാമ്പിനടുത്ത് കട നടത്തിയിരുന്ന വിധുകുമാരൻ തമ്പിയെ ബിനിതയും മിലിറ്ററി ക്യാമ്പിലെ നേഴ്സായിരുന്ന കാമുകൻ രാജുവും ചേർന്ന് ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ കിടത്തി കൊണ്ടുപോയി ഊട്ടിക്കടുത്ത് കൊക്കയിൽ തള്ളുകയായിരുന്നു. രണ്ടാമത് വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ ഒന്നാം പ്രതിയായ റഫീഖ ബീവിക്കാണ് വധശിക്ഷ ലഭിച്ചിട്ടുള്ളത്. റഫീഖ ബീവിക്കും ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി തന്നെയാണ്. മാത്രമല്ല, രണ്ട് കേസിലും അഡീഷണൽ ജില്ലാ ജഡ്ജി AM ബഷീർ തന്നെയാണ് വിധി പറഞ്ഞു എന്നത് മറ്റൊരു പ്രത്യേകതയായും നിലവിലുണ്ട്. വിഴിഞ്ഞം മുല്ലൂരിൽ മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻപുറത്ത് ഉപേക്ഷിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് റഫീഖ ബീവി. 2022 ജനുവരി 14-നായിരുന്നു റഫീഖ ബീവി പ്രതിയായ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ശാന്തകുമാരിയുടെ അയൽവാസിയായിരുന്നു റഫീഖ ബീവി. ഇവർ വാടക വീട് ഒഴിഞ്ഞു പോയതിന് പിന്നാലെ വീട്ടുടമയും മകനും വീട്ടിലെത്തി നോക്കിയപ്പോൾ മച്ചിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്നത് കാണുകയായിരുന്നു. വീട്ടിൽ താമസിച്ചിരുന്ന റഫീഖ ബീവിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് ആദ്യം കരുതിയത്. പിന്നീടാണ് ശാന്തകുമാരിയെ കാണാതായിട്ടുണ്ട് എന്നും അവരാണ് കൊല്ലപ്പെട്ടതെന്നും സ്ഥിരീകരിക്കുന്നത്. ശാന്തകുമാരിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം മോഷ്ടിക്കാനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. വാടക വീടെടുത്ത് താമസിച്ചതും കവർച്ച ലക്ഷ്യമിട്ടാണെന്ന് പോലീസ് പറഞ്ഞു. ആഭരണങ്ങളിൽ ഒരു ഭാഗം പണയം വെച്ചിരുന്നു, ബാക്കി പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. കൊലയ്ക്ക് ശേഷം കോഴിക്കോടിന് പോകാനായി യാത്ര ചെയ്യുമ്പോഴാണ് പ്രതികളെ പിടികൂടിയത്. ഇന്ന് ഷാരോൺ കേസിൽ വധശിക്ഷ വിധിച്ചതോടെ 55 പേരാണ് വധശിക്ഷ കാത്തുകഴിയുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാത്രം 25 പേർ. സംസ്ഥാനത്ത് ഒരു കേസിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ വർഷം രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലായിരുന്നു. 15 പേർക്കാണ് ഈ കേസിൽ വധശിക്ഷ വിധിച്ചത്. ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലും മുക്കന്നൂർ കൂട്ടക്കൊലയിലും പ്രതികൾക്ക് വധശിക്ഷയാണ് ലഭിച്ചിട്ടുള്ളത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥരും വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്നവരുടെ പട്ടികയിലുണ്ട്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉരുട്ടിക്കൊല കേസ് പ്രതി ASI ജിതകുമാറാണ് അത്. ഇതേ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ ശ്രീകുമാർ ജയിൽവാസത്തിനിടെ ക്യാൻസർ ബാധിച്ചു മരിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെയും കാത്തിരുന്നത് വധശിക്ഷ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പാക്കിയത് 33 വർഷം മുമ്പാണ്. ചുറ്റിക കൊണ്ട് 14 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ റിപ്പർ ചന്ദ്രനെ 1991 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റി. ഇതിനുശേഷം 30 വർഷത്തിലധികമായിട്ട് കേരളത്തിൽ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല. ഇന്ന് ഷാരോൺ കേസിൽ വധശിക്ഷ വിധിച്ചതോടെ നിലവിൽ സംസ്ഥാനത്ത് 40 പേരാണ് വിവിധ ജയിലുകളിലായി വധശിക്ഷ കാത്തു കിടക്കുന്നത്. പൂജപ്പുരയിൽ 1979 കളീക്കള സ്വദേശി അഴകേശനെയാണ് ഏറ്റവും ഒടുവിൽ തൂക്കിലേറ്റുന്നത്. ദുർമന്ത്രവാദത്തിനായി നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതായിരുന്നു ഈ കേസ്. 1947 സെപ്റ്റംബർ 9 ജബൽപൂർ സെൻട്രൽ ജയിലിൽ വെച്ച് വധിക്കപ്പെട്ട രഘുരാജ് സിംഗ് എന്ന റാഷയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധിക്കപ്പെട്ട വ്യക്തി. ദൃക്സാക്ഷികളില്ലാതിരുന്ന ഇപ്പോഴത്തെ ഈ ഗ്രീഷ്മ ഷാരോൺ കേസിൽ പോലീസ് നടത്തിയ പിഴവില്ലാത്ത അന്വേഷണവും പ്രോസിക്യൂഷന്റെ കൃത്യതയുള്ള വാദങ്ങളുമാണ് ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയെ കുടുക്കിയിട്ടുള്ളത്. കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് മാത്രമാണ് നേരിട്ട് പങ്കുള്ളത് എന്നും സംഭവശേഷം തെളിവ് നശിപ്പിക്കാൻ അമ്മയും അമ്മാവനും കൂട്ടുനിന്നു എന്നുമാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ജ്യൂസ് ചാലഞ്ച് എന്ന പേരിൽ അമിതമായി പാരസിറ്റമോൾ കലക്കി നൽകിയിരുന്നു. അമിതമായ കയ്പ് മൂലം അന്ന് ഷാരോൺ അത് കുടിക്കാതിരുന്നതിനാൽ ക്രിമിനൽ ബുദ്ധിയുള്ള പ്രതിയായ ഗ്രീഷ്മ അടുത്ത ശ്രമത്തിനായുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ദിവസങ്ങളോളം ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് പാരസൈറ്റ് എന്ന കീടനാശിനി ഉപയോഗിച്ചാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ വിഷാംശം കണ്ടെത്താൻ സാധിക്കില്ല എന്ന് ഗ്രീഷ്മ കണ്ടെത്തുന്നത്. തുടർന്നാണ് കഷായ ചാലഞ്ച് എന്ന പദ്ധതി ഗ്രീഷ്മ തയ്യാറാക്കിയത്. സംഭവത്തിന് തലേ ദിവസം രാത്രി മണിക്കൂറുകളോളം ഷാരോണിനോട് ലൈംഗിക കാര്യങ്ങൾ അടക്കം സംസാരിച്ച് അടുത്ത ദിവസം ശാരീരിക ബന്ധനത്തിനായി വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കുകയായിരുന്നു. എന്നാൽ ബൈക്ക് ഇല്ല എന്നും മറ്റൊരു ദിവസം വരാമെന്നും ഷാരോൺ പറഞ്ഞപ്പോൾ ആരുടെയെങ്കിലും ബൈക്ക് സംഘടിപ്പിച്ചു വരാൻ ഗ്രീഷ്മ നിർബന്ധിക്കുകയായിരുന്നു എന്ന് പറയുന്നു. തുടർന്നാണ് സംഭവ ദിവസം താൻ കഴിക്കുന്ന കഷായത്തിന് വലിയ കയ്പാണെന്നും പറ്റുമെങ്കിൽ കഴിച്ചു നോക്കാനുള്ള ചലഞ്ച് ഗ്രീഷ്മ ഷാരോണിന് മുന്നിൽ വെക്കുന്നത്. പ്രണയത്തിന്റെ പേരിൽ ഗ്രീഷ്മ നൽകുന്നത് വിഷമാണെന്നറിയാതെ ഷാരോൺ ഇത് കഴിക്കുകയായിരുന്നു. ഇതാണ് ഷാരോണിന്റെ മരണത്തിന് കാരണമായത്. ആന്തരികാവയവങ്ങൾ ഉരുകിത്തീർന്നതിലൂടെ 11 ദിവസം ജലപാനമില്ലാതെ കിടന്നു. ഗ്രീഷ്മയെ ഷാരോൺ അമിതമായി പ്രണയിച്ചിരുന്നു. അതുകൊണ്ടാണ് നരകിച്ച് മരണക്കിടക്കിൽ കിടക്കുമ്പോൾ പോലും ഗ്രീഷ്മയുടെ പേര് ഷാരോൺ പറയാതിരുന്നത്. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല എന്നും അതിനാലാണ് മരണമൊഴിയിൽ ഗ്രീഷ്മയുടെ പേര് പറയാതിരുന്നതെന്നും നിരീക്ഷിച്ച കോടതി ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ
വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും എടുത്തു പറഞ്ഞു. ഈ കേസിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിരവധി നോവലുകളുടെയും കഥാസമാഹാരങ്ങളുടെയും സഞ്ചാര സാഹിത്യകൃതികളുടെയും രചയിതാവാണ് ഗ്രീഷ്മ കേസിൽ വിധി പറഞ്ഞ ജഡ്ജി. ഇതിൽ തെമീസ് എന്ന കുറ്റാന്വേഷണ നോവൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ജെ കേസ് എന്ന കേസ് സ്റ്റഡിയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉറുപ്പ, പച്ചമനുഷ്യൻ, റയറ്റ് വിഡോസ് എന്ന നോവലുകളും ഒരു പോരാളി ജനിക്കുന്നു എന്ന കഥാസമാഹാരവും ജംറ എന്ന സഞ്ചാര സാഹിത്യകൃതിയും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയാണ് ജഡ്ജി. അഭിഭാഷകനായിരിക്കെ 2002 ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റായി നിയമനം ലഭിച്ചിരുന്നു. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, കൊല്ലം എന്നീ കോടതികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ജില്ലാ ജഡ്ജിയായി തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. കേരള നിയമസഭാ സെക്രട്ടറിയായിരിക്കെയാണ് നെയ്യാറ്റിൻകര ജില്ലാ സെഷൻസ് ജഡ്ജായി നിയമിതനാകുന്നത്. കേരള ലോകായുക്ത ഉദ്യോഗസ്ഥ എസ് സുമയാണ് ഭാര്യ. അഭിഭാഷകയായ അസ്മിൻ നയാര മകളും വിദ്യാർത്ഥിയായ അസിം ബഷീർ മകനുമാണ്.